നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് ഒരു വളരെ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഒ പിയിലൊക്കെ വരുന്ന കുറേ പേഷ്യൻ്റ് ഡോക്ടർ ചോദിക്കും, ഡോക്ടറെ എനിക്ക് എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് തരണോ, സപ്ലിമെൻറ്റ്സ് കഴിക്കണോ? അപ്പോൾ പലപ്പോഴും ഞാൻ സപ്ലിമെൻറ്റ്സ് വേണ്ട എന്ന് പറയുന്ന ആളാണ് കൂടുതലും. എക്സെപ്റ്റ് വളരെ കുറച്ച് നമുക്ക് സാധാരണ കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ വാതരോഗികൾക്ക് വളരെ ബെനിഫിഷ്യൽ ആണെന്ന് പ്രൂവൺ ആയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. കാരണം ജനറലി കുറേ സപ്ലിമെൻറ്റ്സ് എടുത്ത് കഴിക്കുന്നത് ഇറ്റ്സ് നോട്ട് വർത്ത് ദ മണി യു സ്പെൻഡ്. ആൻഡ് അത്രയും ഒരു ബെനിഫിറ്റ്സ് ഒന്നും സ്റ്റഡീസിൽ പ്രൂവൺ അല്ല. നമ്മൾ റാൻഡമൈസ് കൺട്രോൾ ട്രയൽസും വലിയ സ്റ്റഡീസ് നോക്കുമ്പോൾ ഒരു പ്രൂവൺ അല്ല. 3 കാര്യങ്ങളാണ് യൂഷ്വലി കുറച്ചെങ്കിലും ഒരു എവിഡൻസ് ഉള്ളത്. ഏറ്റവും കൂടുതൽ എവിഡൻസ് ഉള്ളത് ഫോളിക് ആസിഡിനാണ്. എസ്പെഷ്യലി മെത്തോട്രെക്സേറ്റ് കഴിക്കുന്ന പേഷ്യൻസിന് ഇത് ഫോളിക് ആസിഡ്. പക്ഷേ നമ്മളെല്ലാ ഒരുമാതിരി മെത്തോട്രെക്സേറ്റ് നമുക്കറിയാം വാതരോഗികൾക്ക് വളരെ കൂളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡിൻ്റെ സപ്ലിമെൻറ്റേഷന് വളരെയധികം ബെനിഫിഷ്യൽ എഫക്ട്സ് ഈ എസ്പെഷ്യലി മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നവർക്കുണ്ട്. നമുക്കറിയാം മെത്തോട്രെക്സേറ്റ് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുമ്പോൾ അതിൻ്റെ ടോക്സിറ്റി കുറയ്ക്കാൻ, ഇത് ഒരു ആൻറ്റി ഫോളേറ്റ് മെഡിസിൻ ആണ്. ഫോളിക് ആസിഡിൻ്റെ ഒരു ആൻറ്റോഗോണിസ്റ്റ് മറുമരുന്നാണ് ഈ മെത്തോട്രെക്സേറ്റ്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സ് കുറയ്ക്കാനായിട്ട് ഫോളിക് ആസിഡ് വലിയൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിൻ്റെ എഫക്റ്റ് കുറയ്ക്കത്തുമില്ല. ആ രീതിയിലുള്ള ഒരു നല്ല സപ്ലിമെൻ്റാണ് ഈ ഫോളിക് ആസിഡ്. ഈ ഫോളിക് ആസിഡ് നമുക്കറിയാം മെത്തോട്രെക്സേറ്റ് പലപ്പോഴും നമ്മുടെ കേരളത്തിൽ ശനിയാഴ്ചയാണ് കൊടുക്കുന്നത്. ആഴ്ച ഒരു ദിവസം ശനിയാഴ്ച ഞായറാഴ്ച കഴിക്കാം. ശനിയാഴ്ചയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ഫോളിക് ആസിഡ് ആ ദിവസമല്ലാതെ ബാക്കി 2 ദിവസം ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയുമാണ് 5 മില്ലിഗ്രാം വെച്ച് 2 ദിവസം കഴിക്കാം. അല്ലെങ്കിൽ 1 മില്ലിഗ്രാം വെച്ച് എല്ലാ ദിവസവും ശനിയാഴ്ച ഒഴിച്ച് ബാക്കിയുള്ള ദിവസവും കഴിക്കാം. പക്ഷേ കൺവീനിയൻസ് ആയിട്ടും കോസ്റ്റ് വെച്ചൊക്കെ നോക്കുമ്പോൾ 5 മില്ലിഗ്രാം 2 ദിവസം ആഴ്ച കഴിക്കുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഫോളിക് ആസിഡ് ചൊവ്വയും വ്യാഴാഴ്ചയും കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ ഫോളിക് ആസിഡ് കൊടുക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഫോളിക് ആസിഡ് കൊടുക്കുമ്പോൾ മെത്തോട്രെക്സേറ്റിൻ്റെ ടോക്സിറ്റിയുടെ സൈഡ് എഫക്ട്സ് കുറയും. മെത്തോട്രെക്സേറ്റിന് നമുക്കറിയാം ലിവറിൽ ചെറിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത. ഇതിന് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. ലിവറിൽ ചെറിയ പ്രശ്നം ലോങ് ടേം കഴിക്കുമ്പോൾ ലിവറിൽ SGAT SGPT കൂടാനുള്ള സാധ്യതയുണ്ട്. എസ്പെഷ്യലി ഫാറ്റി ലിവർ ഉള്ളവർക്കാണ് ഇത് ഉണ്ടാകുന്നത്. അപ്പോൾ അത് കുറയ്ക്കാനായിട്ട് SGAT SGPT കൂടുന്നത് കുറയ്ക്കാനായിട്ട് ഫോളിക് ആസിഡ് നല്ലൊരു റോളുണ്ട്. 2 വായിൽ ചിലർക്ക് പൊട്ടലും വായിൽ പുണ്ണൊക്കെ വരും. അത് കുറയ്ക്കാനും ഫോളിക് ആസിഡ് സാധിക്കും. 3 മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നവർ കൗണ്ട് കുറയാനുള്ള സാധ്യതയുണ്ട് നമുക്കറിയാം. അത് കുറയ്ക്കാനും ഈ കൗണ്ട് നമുക്ക് WBC കൗണ്ട് കുറയാനും അനീമിയ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് കുറയ്ക്കാനും ഡെഫിനറ്റ്ലി ഫോളിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. 3 കാര്യങ്ങളാണ് മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നവർക്ക് ഫോളിക് ആസിഡ് കഴിക്കുന്നത് കൊണ്ട്. 1, ലിവറിലെ SGAT SGPT കൂടുന്നത് കുറയും. 2, അവരുടെ കൗണ്ട് കുറയുന്നത് ബെറ്റർ. അപ്പം കൗണ്ട് ഒരു 4 താഴെ വരുമ്പോഴാണ് കൗണ്ട് കുറഞ്ഞ് നമ്മൾ പറയുന്നത്. അപ്പം അത് കൗണ്ട് കുറയാതെ നോക്കും. 3, വായിൽ പുണ്ണുണ്ടാകുന്ന അല്ലെങ്കിൽ വായിൽ പൊട്ടലുണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഫോളിക് ആസിഡ് എപ്പോഴാണ് കഴിക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഒരു ഡെഫിനറ്റ് കൺസെൻസസ് ലോകത്തില്ലെങ്കിലും ഒരു ഗൈഡ് ലൈൻസ് ഇല്ലെങ്കിൽ യൂഷ്വലി എല്ലാ സ്റ്റഡീസും എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് ആഴ്ച 2 ദിവസം 2-3 ദിവസം കഴിക്കുക. അതായത് ചൊവ്വ ബുധൻ വ്യാഴോ 2-3 ദിവസം കഴിക്കാം. ശനിയാഴ്ചയാണ് മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നത്. ആ ദിവസം ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ നമ്മൾ കഴിയുന്നത് ഒഴിവാക്കുക. ഫോളിക് ആസിഡ് കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നം. കാരണം ഒരു വിറ്റമിൻ ബിയുടെ പാർട്ടായിട്ട് വരുന്നത് B9 ആണ് ഈ ഫോളിക് ആസിഡ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് യൂറിനിലൂടെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഫോളിക് ആസിഡ് ടോക്സിറ്റി ഇല്ല, മാത്രമല്ല വളരെയധികം ബെനിഫിഷ്യൽ എഫക്ട്സും ഉണ്ട്. അത് ഞാൻ ഈ മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നവർക്കാണ്. മെത്തോട്രെക്സേറ്റ് കഴിക്കാത്തവർക്ക് പോലും വളരെ സ്റ്റഡീസ്, എലഗൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസാണ്, വളരെ നല്ല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അതിലെല്ലാം കാണിക്കുന്നത് ഇത് ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലുള്ള ഒരു തന്മാത്രയുണ്ട്. അതിനെ കുറയ്ക്കാൻ, അതിൻ്റെ ലെവൽ കുറയ്ക്കാനായിട്ട് ഈ ഫോളിക് ആസിഡ് സഹായിക്കും. അതുകൊണ്ട് തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെയും സ്ട്രോക്കിൻ്റെയും റിസ്ക് കുറയ്ക്കും. നമ്മൾ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിനും വാതരോഗങ്ങൾക്കുള്ളവർക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെയും സ്ട്രോക്കിൻ്റെയും റിസ്ക് കൂടുതലാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഫോളിക് ആസിഡ് അപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെയും അതുപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയും. അതുകൂടാതെ സ്ട്രോക്ക് ഉണ്ടാകാനുള്ള റിസ്ക് കുറയും. അപ്പോൾ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ മെത്തോട്രെക്സേറ്റിൻ്റെ സൈഡ് എഫക്റ്റ് കുറയ്ക്കുന്നു. അതോടൊപ്പം തന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക്കും സ്ട്രോക്കിൻ്റെ റിസ്ക്കും അതൊക്കെ വളരെ കുറയ്ക്കുന്നു. അതായത് നമ്മുടെ രക്തക്കുഴലിൽ കൊഴുപ്പടിയുന്നത് വളരെയധികം കൊഴുപ്പടിഞ്ഞ് സ്ട്രോക്ക് ഉണ്ടാകാനുള്ള റിസ്ക്കും വളരെ കുറയ്ക്കുന്നു. അങ്ങനെ വളരെ ബെനിഫിഷ്യൽ എഫക്ട്സ് ഉള്ള ഒരു മരുന്നാണ് ഫോളിക് ആസിഡ്. അതുകൊണ്ട് ഫോളിക് ആസിഡ് എന്തിനാണ് കുറേ കഴിക്കേണ്ടതെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അത് വളരെ വില കുറഞ്ഞതുമാണ്. വെരി ചീപ്പ് ഇൻ്റർവെൻഷനാണ് ഈ ഫോളിക് ആസിഡ്. അതുകൊണ്ട് ഫോളിക് ആസിഡ് ഡെഫിനറ്റ്ലി മെത്തോട്രെക്സേറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റായിട്ടും കഴിക്കുക.